നമുക്കിന്നൊരു ഹാൻഡ് വർക്ക് നോക്കിയാലോ. ഇതൊരു ബ്രൈഡൽ ബ്ലൗസാണേ. ആൾ ഞങ്ങളടുത്ത് പറഞ്ഞത് ഇതിലെ ബ്ലൗസിൻ്റെ പ്രിൻറ്റഡ് എങ്ങനെയാണോ അതുപോലെ തന്നെ അത് ഹൈലൈറ്റ് ചെയ്തെടുത്താൽ മതി എന്നാണ്. അങ്ങനെ ഞങ്ങൾ ഹൈലൈറ്റ് ചെയ്തെടുത്ത വർക്കാണിത്. ഓക്കെ, വളരെ മൈന്യൂട്ടായിട്ടുള്ള വർക്ക്സാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ വർക്ക് ഇയാൾക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, നമ്മൾ ഈ കാഞ്ചീപുരം കസവ് സാരിയിലൊക്കെ വരുന്ന ബോർഡേഴ്സ് എപ്പോഴും യുണീക്കായിരിക്കും. അപ്പോൾ നമ്മുടെ ബോർഡർ നമുക്ക് മാത്രമേ ഉണ്ടാവൂ. അങ്ങനെയാണ് ഈ ഹൈലൈറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നതിൻ്റെ പ്രത്യേകത. ഇത് ലീഫ് നെക്കാണ്, ഫ്രണ്ട് ആൻഡ് ബാക്ക് ലീഫ് നെക്ക്, ബാക്ക് ഓപ്പൺ ആയിട്ടാണ് നമ്മൾ ഈ ബ്ലൗസിൻ്റെ പാറ്റേൺ വന്നിരിക്കുന്നത്. ഇതൊരു പാഡഡ് ബ്ലൗസാണേ. അതുപോലെ ഹാൻഡ് വർക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമാണ് അതിൻ്റെ എമൗണ്ട്. എത്ര എമൗണ്ടിനാണോ നമ്മൾ വർക്ക് വേണ്ടതെന്ന് ആദ്യമേ തീരുമാനിക്കണം. എങ്കിൽ പോലും ഈ ഹാൻഡ് വർക്ക് ആവുന്ന സമയത്ത് നമ്മൾ ഉദ്ദേശിച്ച ബഡ്ജറ്റിൽ എപ്പോഴും നിൽക്കണമെന്നില്ല. ഇപ്പോൾ ഒരു 5000 ആണെങ്കിൽ 5000, 6000, 7000 ആ ഒരു റേഞ്ചിലേക്ക് പോകുന്നത് കുഴപ്പമില്ല എന്നാണെങ്കിൽ അങ്ങനെ പറയണം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് 5000 മാത്രമേ അഫോർഡബിളായിട്ട് വേണ്ടൂ എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു രീതിയിലേക്ക് വർക്ക് ബൊട്ടിക്കാരോട് ചെയ്യാൻ പറയണം, ഡിസൈൻ ചെയ്യാൻ വേണ്ടി പറയണം. ഇത് നിങ്ങളെപ്പോഴും വർക്ക് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം കേട്ടോ. കാരണം നമ്മുടെ ബഡ്ജറ്റ് എത്രയാണെന്ന് നമുക്കല്ലേ അറിയൂ, അവർക്കറിയില്ലല്ലോ. ഓക്കെ, താങ്ക് യു.